Once again, welcome back to a new video. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്തായാലും ഉഷാറായിട്ട് എഴുതിയിട്ട് നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആയിരുന്നു. ഞാൻ പറഞ്ഞതാണ് ഈസി എക്സാം വിചാരിക്കരുത്, നമുക്ക് ഈസി എക്സാം ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആയിരുന്നു ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഓരോന്ന് വന്നിരുന്ന ആൻസർക്ക് ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആദ്യത്തെ 10 ചോദ്യങ്ങൾ, അതിൽ 8 എഴുതിയാൽ മതി, ഏതെങ്കിലും 8 എഴുതാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഏറ്റവും കമ്പാരിറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഒരുപാട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും എപ്പോഴും നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന കുറച്ച് നമുക്ക് എന്താ കിട്ടുക, ഉറപ്പായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത് പ്രൈമറി ഡെഫിസിറ്റ് ആയിരുന്നു. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ശരി ഉത്തരം പ്രൈമറി ഡെഫിസിറ്റ് ആണ്. നമുക്ക് ആൻസർ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മൊത്ത ധനക്കമ്മി എന്നറിയപ്പെടുന്നതാണ്, മൊത്തത്തിലുള്ള നമ്മുടെ ധനക്കമ്മി അത് അറിയപ്പെടുന്നത്. ധനക്കമ്മിയിൽ നിന്നും അറ്റ പലിശ ബാധ്യത കുറച്ച് നമുക്ക് കിട്ടുന്നതാണ് പ്രാഥമിക ധനക്കമ്മി. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ശരി ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഷേപ്പ് ഓഫ് AFC കർവ്. AFC കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലെ, അതായത് ഇതാണ് നമ്മുടെ AFC കർവിൻ്റെ ഷേപ്പ് പോകാറില്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം കേട്ടോ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇനി മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം AFC വക്രത്തിൻ്റെ ആകൃതി എന്നറിയപ്പെടുന്നതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് തന്നെ കേട്ടോ. അപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും റെക്ടാങ്കുലർ ഹൈപ്പർബോള സെയിം പേരാണ് പറയാനുള്ള കാര്യം. ഇപ്പോൾ ഇതിനോടകം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ AFC കർവിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്കിവിടെ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉൽപ്പാദകരാണല്ലേ. അവരുപയോഗിക്കുന്ന സാധനം എന്തായിരിക്കും? ഉറപ്പായിട്ട് നമുക്കറിയാം ഫൈനൽ ഗുഡ്സ് വരുമോ? ഇല്ല. കൺസ്യൂമർ ഗുഡ് വരുമോ? ഇല്ല. നൺ ഓഫ് ദിസ് വരാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് അവർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് ഏതാണ്? ഉൽപ്പാദകർ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ അറിയപ്പെടുന്നവരാണ് അന്തരാള വസ്തുക്കൾ, അല്ലെങ്കിൽ എന്ത് പറയും, ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ആൻസർ ചെയ്യേണ്ടിരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നമുക്കിവിടെ. വെൻ ഇൻകം ഇൻക്രീസസ്. നിങ്ങൾ നോക്കിയേ, ഒരാളുടെ വരുമാനം കൂടുമ്പോൾ ബജറ്റ് ലൈൻ എന്താ സംഭവിക്കാൻ? നമുക്കറിയാം ബജറ്റ് ലൈൻ നമ്മൾ ഇങ്ങനെയാണ് വരക്കാറുള്ളത് അല്ലേ. ഇതാണ് നമ്മൾ നോർമലി വരക്കുന്ന ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ മാറും എങ്ങനെ? ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യാം? ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇൻകം കൂടുകയാണെങ്കിൽ, നമ്മുടെ ഇൻകം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻകം കുറയുകയാണെങ്കിലോ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇൻകം കൂടുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, റൈറ്റ് എന്നാണ് ഉത്തരം വരും കേട്ടോ. അപ്പോൾ ഇനി മലയാളത്തിൽ നമുക്ക് നോക്കാം. വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? വലത്തേക്കാണ് ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുമ്പോൾ. അപ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ വലത്തേക്ക് തിരിയുന്നു എന്ന് മാത്രം, ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ദ പോയിന്റ് ഓൺ വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം ഒന്നുകിൽ പ്രൈസ് ഇസിക്കൽ ടു AC എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞവരാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാറുണ്ട്. എന്താണ് പറയാം? നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷനാണ്, അഥവാ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് വരിക. ഷട്ട് ഡൗൺ പോയിന്റ് അല്ല, എക്സസ് സപ്ലൈ അല്ല, എക്സസ് ഡിമാൻഡ് അല്ല. പിന്നെ ഏത് ഉത്തരം? ഓപ്ഷൻ സി, ബ്രേക്ക് ഇവൻ പോയിന്റ്. നമ്മൾ അതിനെന്താ മലയാളത്തിൽ പറയാം? മലയാളത്തിലും സെയിം പേര് തന്നെയാണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹസ്രകാലത്തിൽ ഒരു സാധാരണ ലാഭം മാത്രം നേടുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ 5 ചോദ്യം കഴിഞ്ഞു. ഇനി ആറാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു, വാൻ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോട്ടി അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഡെഫിനിഷനാണ്. ആക്ച്വലി എന്തിൻ്റെ ഡെഫിനിഷനാണ്? നമ്മുടെ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷനാണ് എന്നത് നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഉപയുക്തത എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നോക്കിയേ, ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള സാധനത്തിൻ്റെ കഴിവാണ് എന്തറിയപ്പെടുന്നത്? ഉപയുക്തത എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യമാണ്. കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡെപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു മണിയും സപ്ലൈയെ കുറിച്ചുള്ള കാര്യം അല്ലേ. അതിൽ നമ്മൾ M1 പഠിച്ചിട്ടുണ്ട്. M1 ഇസിക്കൽ ടു CU പ്ലസ് DD എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ CU എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി ഹെൽഡ് ബൈ പബ്ലിക് ആണ്. DD എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് വരിക? ഓപ്ഷൻ എ തന്നെയാണ്, M1 എന്നാണ് നമ്മുടെ ഉത്തരം വരും കേട്ടോ. അപ്പോൾ M1 ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഇനി മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ചോദ്യം നോക്കാം നമുക്കിവിടെ. പൊതുജനത്തിൻ്റെ കയ്യിലുള്ള പണവും അതുപോലെ നിക്ഷേപവും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓപ്ഷൻ എ, M1 നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഉത്തരം അതായിരുന്നു, ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം നമുക്കിവിടെ. എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കോളൂ. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, ദ ഇയർ ഇൻ വിച്ച് JM കെയ്ൻസ് പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇന്നലെ കൂടി ലൈവ് ഞാൻ പറഞ്ഞിരുന്നു ജനറൽ തിയറി കൊണ്ടുവന്ന വർഷം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ജനറൽ തിയറി കൊണ്ടുവന്ന വർഷമാണ് 1936 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1936 ജനറൽ തിയറി എന്ന് പറഞ്ഞ കെയ്ൻസിൻ്റെ പുസ്തകം. കണ്ടല്ലോ, പുസ്തകത്തിൻ്റെ പേരും ഇവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കെയ്ൻസിൻ്റെ പുസ്തകം ഇറങ്ങിയ വർഷം നമ്മൾ മറക്കരുത്, 1936 ഇറങ്ങിയത്.
ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം കഴിഞ്ഞു. 9ാമത്തെ ചോദ്യമാണ് ദ കൺസംഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വെൻ ഇൻകം ഈസ് സീറോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകം സീറോ ആണ സമയത്താണെങ്കിൽ പോലും കൺസംഷൻ ഒരിക്കലും സീറോ ആവില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അതെ, ആ സമയത്ത് നമ്മൾ പറയപ്പെടുന്ന കൺസംഷനാണത് ഓട്ടോണമസ് കൺസംഷൻ. ഓപ്ഷൻ എ തന്നെയാണ് നമ്മൾ ഉത്തരം വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണിത്. വരുമാനം 0 ആയിരിക്കുമ്പോൾ ഉപഭോഗമാണ് സ്വതന്ത്ര ഉപഭോഗം, അഥവാ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത 10ാമത്തെ അവസാനത്തെ ചോദ്യം. അപ്പോൾ 10 ചോദ്യം എഴുതണമെന്ന് ഡൗട്ട് വരേണ്ട, ഏതെങ്കിലും 8 എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന ഏതാണ് 8 എഴുതിയാൽ തന്നെ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ചോദ്യം ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ ഫ്ലോ വേരിയബിൾ. ഫ്ലോ വേരിയബിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നെ നമ്മുടെ GDP ആണ് ആക്ച്വലി എന്ത് വരുന്നത്, ഫ്ലോ വേരിയബിൾ ആയിട്ട് വരുന്നത്. GDP എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കണക്കാക്കാറുള്ളത്, നമുക്ക് നോക്കുന്നത് ഒരു സാമ്പത്തിക വർഷം നോക്കിയിട്ട് നമ്മൾ കണക്കാക്കുക, ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കിയിട്ടാണ്. നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ എന്ന് തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ എന്ന് വരെയാണ് മാർച്ച് 31 വരെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ പറയുമ്പോൾ ഇതൊരു പീരിയഡ് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഓവർ എ പീരിയഡ് വെച്ചിട്ടാണ്, ഒരു പീരിയഡിലാണ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അതെന്തായിരിക്കും, ഫ്ലോ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ് വരിക, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരിക, ഫ്ലോ വേരിയബിൾ ആണ്. അപ്പോൾ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, താഴെ തന്നിരിക്കൽ പണത്തിൻ്റെ പ്രവാഹചരം എന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രവാഹചരം ഏതാണ്, GDP ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. 10 നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. 10 ഏതെങ്കിലും 8 എഴുതുക. 8ൽ 8 മാർക്ക് നമുക്ക് അടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ എത്ര മാർക്ക് കിട്ടിയത് തൊട്ടതായി കമൻറ്റ് ചെയ്യണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ വേണമെങ്കിൽ, നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ വേണമെങ്കിൽ തൊട്ടതായി കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസമായിട്ട് ആൻസർ കീ തരാം. കാരണം ഫൈനൽ എക്സാമിന് മുമ്പ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എക്കണോമിക്സിന് മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. നമുക്കിനി ജയിച്ച് കാണിക്കാനുള്ള സമയമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.